ചെട്ടികുളങ്ങര ഈരേഴത്തെക്ക് ആത്മീയ കേന്ദ്രമായ വിദ്യാനന്ദ മഠത്തിൽ രാമായണ ജപയജ്ഞം ചടങ്ങ് നടന്നു. സമാപന ദിനത്തിൽ തീർത്ഥപാദ ട്രസ്റ്റ് അംഗം ഭൂമാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ മഹാദീപാരാധനയും പ്രഭാഷണവും നടത്തി. ചെട്ടികുളങ്ങര ഈരേഴത്തെക്ക് ആത്മീയ കേന്ദ്രമായ വിദ്യാനന്ദ മഠത്തിൽ രാമായണ ജപയജ്ഞം നടന്നു. വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായി പ്രദേശത്തെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് വിദ്യാനന്ദ മഠം. ജൂലൈ 17 മുതൽ വിശാദാരാനന്ദ തീർത്ഥമാതാജിയുടെ നേതൃത്വത്തിലാണ് രാമായണ ജപയജ്ഞം നടത്തിയത്. വിഷ്ണു സഹസ്രനാമത്തോടെയാണ് ആരംഭിച്ചത്. തീർത്ഥപാദ ട്രസ്റ്റ് അംഗം ഭൂമാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ മഹാദീപാരാധനയും പ്രഭാഷണവും നടന്നതോടുകൂടി യജ്ഞം സമാപിക്കുകയായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഭക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നു പോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതിയല്ലോ. രാമൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ധർമ്മമൂർത്തിയാണ് എന്നുള്ളതാണ് സങ്കല്പം. ഇത് പറഞ്ഞത് രാമൻ്റെ ശത്രുവായിട്ടുള്ള മാരീചൻ തന്നെയാണ്. ഒരു ശത്രു എങ്ങനെയാണ് തൻ്റെ ശത്രുവിനെ പുകഴ്ത്തി പറയുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമായണം. ഈ രാമായണത്തിൻ്റെ ഈ പുണ്യനാളുകളിൽ ഈ ധർമ്മമൂർത്തിയായ രാമൻ്റെ ഈ കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ഒരു യജ്ഞം എന്ന നിലയിൽ കർക്കിടകം 1 മുതൽ പിന്നെ 31 വരെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഹൈന്ദവ സമാജത്തിൻ്റെ യജ്ഞം ഇത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വിദ്യാനന്ദ മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി. പൂജനീയ വിശാരദാനന്ദ തീർത്ഥ ആണ് ഈ യജ്ഞത്തിൽ യജ്ഞ ആചാര്യയെ നിൽക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ രാമായണം പാരായണം ചെയ്യുകയും വിഷ്ണു സഹസ്രനാമത്തോട് തുടങ്ങി രാമായണ പാരായണം നടത്തി ആ ഭാഗങ്ങളെപ്പറ്റി വിവിധ തരത്തിലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുകയും അതിനുശേഷം ഇന്നലെ നടന്ന വിളക്ക് പൂജയോട് കൂടിയിട്ട് അവസാനിക്കുകയും ചെയ്തു. ഇന്ന് അവസാന ദിവസം അഖണ്ഡമായിട്ട് രാമായണം രാവിലെ മുതൽ വായിച്ച് വൈകുന്നേരത്തോടുകൂടി വീണ്ടും സമർപ്പിക്കുകയും പൂജനീയ ബ്രഹ്മശ്രീ ഭൂമാനന്ദ തീർത്ഥപാദ സ്വാമികൾ, അദ്ദേഹം കാർത്തികേയാശ്രമം തീർത്ഥപാദ ട്രസ്റ്റ് അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മഹാദീപാരാധനയോടുകൂടി തുടങ്ങി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടി ഈ യജ്ഞം സമാപിക്കുകയും ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്യും. അതിന് ഈ സമൂഹത്തിൻ്റെയും ധാരാളം നല്ല ആൾക്കാരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഇനിയുമുള്ള യജ്ഞങ്ങളുമായിട്ട് വിദ്യാനന്ദ മഠം വീണ്ടും സമൂഹത്തിലേക്ക് വരികയും ചെയ്യും. CDNet ന്യൂസ് കായംകുളം.